കുട്ടികൾക്ക് ബിസ്ക്കറ്റ്, ചിപ്സ്, ചോക്ലേറ്റ്സ് ഇങ്ങനത്തെ ഫുഡ്സ് അല്ലാതെ നമുക്ക് എന്തൊക്കെയാണ് ഹെൽത്തിയർ ആയിട്ടുള്ള സ്നാക്സ് ഐഡിയാസ് എന്ന് നോക്കിയാലോ? 5 ഹെൽത്തിയർ ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് കോംബോ. ഇത് വളരെ സിമ്പിൾ ആണ്, ബട്ട് വെരി പവർഫുൾ കോമ്പിനേഷൻ. നമുക്ക് ഒരു ആപ്പിൾസ് ആൻഡ് പീനട്സ് കോമ്പിനേഷൻ നോക്കാം. അതായത് ആപ്പിളിന്റെ കൂടെ കപ്പലണ്ടി ഒക്കെ ഇട്ടിട്ട് കമ്പൈൻ ചെയ്ത് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബനാന ആൻഡ് ആൽമണ്ട്സ്, നമ്മുടെ പഴം, നേന്ത്രപ്പഴം നെയ്യിലൊക്കെ ഇട്ടിട്ട് വാട്ടി അതുപോലെ അതിന്റെ കൂടെ ബദാം കൊടുക്കാം. അതുപോലെ തന്നെ പപ്പായ ആൻഡ് കാഷ്യൂസ്, ഇതൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് കോമ്പിനേഷൻ വളരെയധികം ഹെൽത്തിയാണ്. ഫ്രൂട്ട്സിൽ വൈറ്റമിൻ എ ഉണ്ട്, സി ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്. അതുപോലെ നട്ട്സിൽ നമുക്കറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട്, ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഫുഡ് കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു, അതുപോലെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. ഇനി രണ്ടാമതായിട്ട് ഹോം മെയ്ഡ് സ്പ്രൗട്ട്സ്, അതായത് മുളപ്പിച്ച കടല, ഇനി മുളപ്പിച്ച ചെറുപയറൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് വേണമെങ്കിൽ ഇത് ചാട്ട് പോലെ കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയ ടൊമാറ്റോസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇത് സോട്ട് ചെയ്ത് നമുക്ക് ബട്ടറിലൊക്കെ ഇട്ട് സോട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന വളരെയധികം ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമുക്കറിയാം പ്ലാൻ പ്രോട്ടീൻ ആണ്. അപ്പൊ നല്ലോണം കുഞ്ഞിന്റെ ഗ്രോത്തും അവരുടെ മസിൽ ഡെവലപ്മെന്റിനും അതുപോലെ വൈറ്റമിൻ ബി, ഫോളേറ്റ് ഡെഫിഷ്യൻസി ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് കേർഡ് ബേസ്ഡ് സ്നാക്സ്. നമുക്ക് തൈര് നമുക്കറിയാം നല്ലൊരു പ്രോബയോട്ടിക് ആണ് തൈര്. തൈരിന്റെ കൂടെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് ഒരു വെജിറ്റബിൾ സലാഡ് ഒക്കെ പോലെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചിക്കൻ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കേർഡ് വിത്ത് ഫ്രൂട്ട്സിന്റെ കൂടെ നമുക്ക് പുളിയില്ലാത്ത തൈരൊക്കെ ആഡ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് കുഞ്ഞിന് കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലിന്റെ ശക്തിക്കും അതുപോലെ ബോൺസിന്റെ ശക്തിക്കും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നു. നാലാമതായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഹോം മെയ്ഡ് സാൻഡ്വിച്ചസ്. നമുക്ക് ഈ പ്ലെയിൻ ബ്രെഡ് അല്ലാതെ ബീഫ് ബ്രെഡ് യൂസ് ചെയ്യാം. അത് പനീർ സാൻഡ്വിച്ച് അല്ലെങ്കിൽ വെജിറ്റബിൾ സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച് ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫില്ല് ചെയ്തിട്ട് നല്ല ഹെൽത്തിയർ സ്നാക്സ് ആയിട്ട് കുഞ്ഞിന് കൊടുത്തു വിടാവുന്നതാണ്. ഇത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്. ഒരു കംപ്ലീറ്റ് മീലായിട്ട് നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, വൈറ്റ് ബ്രെഡ് യൂസ് ചെയ്യരുത്. അതുപോലെ ചോക്ലേറ്റ് സ്പ്രെഡോ ചോക്ലേറ്റ് ഇതൊക്കെ അതൊന്നും ബ്രെഡിൽ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് നമ്മുടെ ട്രഡീഷണൽ സ്നാക്സ് ആണ് നമുക്ക് അവില് കുതിർത്തത്, അല്ലെങ്കിൽ അവില് നമുക്ക് നട്ട്സ്, പീനട്ട്സോ അല്ലെങ്കിൽ കപ്പലണ്ടി ഒക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതില് കുഞ്ഞിന് കാർബോഹൈഡ്രേറ്റും ഫൈബറും കിട്ടുന്നു. ഫൈബേഴ്സ് നല്ലോണം കിട്ടുമ്പോൾ കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമൊക്കെ അവോയ്ഡ് ചെയ്യും. അപ്പോൾ ബിസ്ക്കറ്റ്, ചിപ്സ്, ഒരുപാട് മധുരപാനീയങ്ങള്, അതുപോലെ പാക്കേജ്ഡ് ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഹെൽത്തിയർ ആയിട്ടുള്ള സ്നാക്ക് ഓപ്ഷൻസ് ട്രൈ ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടും ആരോഗ്യത്തോടും വളരും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം പേരൻസിന്റെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.